MG യൂണിവേഴ്സിറ്റിയുടെ പൊളിറ്റിക്കൽ സയൻസ് ഫോർത്ത് സെം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ 10th ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ proactive role played by the judiciary in promoting justice and protecting fundamental rights. നീതി നടപ്പിലാക്കുന്നതിനും ഒപ്പം തന്നെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി കോടതികളുടെ ഇറങ്ങിയുള്ള ഒരു പ്രകടനമാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ കോർട്ട് ടേക്കിംഗ് ഡിസിഷൻ ആൻഡ് ആക്റ്റീവ് റോൾ. കോർട്ട് an active role എടുക്കുന്ന തീരുമാനം എടുക്കുന്നതിൽ it involves the court taking an active role in interpreting laws. നിയമങ്ങൾ എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിലും and ensuring that the government and other authorities act in accordance with the constitution. നിയമങ്ങൾ ഗവൺമെന്റുകളും അതുപോലെ തന്നെ അധികാരികളും ഭരണഘടനയ്ക്ക് അനുസൃതമായി എപ്രകാരമാണ് പരിപാലിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ഉറപ്പുവരുത്തുന്നു. ഇതാണ് വാസ്തവത്തിൽ ഇത് ജുഡീഷ്യൽ ആക്ടിവിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോടതികൾക്ക് ഒരു അപ്പർ ഹാൻഡ് കോടതികൾ ബോധപൂർവം കാണിക്കുന്നത് തന്നെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. പലപ്പോഴും നാട്ടിൽ നീതി നടപ്പാകാതെ വരുമ്പോൾ കോടതികൾ ഇറങ്ങി അവരുടെ റോള് അധികമായിട്ട് ഇറങ്ങി ചെയ്യാറുണ്ട്. ഇത് ജുഡീഷ്യൽ ആക്ടിവിസം തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം 11ാമത്തെ ലോക്പാലാണ്. എന്താണ് ലോക്പാൽ എന്ന ടേം എങ്ങനെ ഉണ്ടായി? ദ ടേം ലോക്പാൽ വാസ് പോപ്പുലറൈസ്ഡ് ബൈ ഡോക്ടർ LM സിംഗ്വി, ആൻ ഇന്ത്യൻ ജൂറിസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ ഇൻ 1963. 1963 ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു LM സിംഗ്വി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നിയമപണ്ഡിതനും രാഷ്ട്രീയ പ്രമുഖനുമാണ്. അദ്ദേഹമാണ് ഈ ലോക്പാൽ എന്ന പദപ്രയോഗം പ്രചാരത്തിൽ കൊണ്ടുവന്ന് പോപ്പുലറൈസ് ചെയ്തത്. ദെൻ ഈ LM സിംഗ്വി അദ്ദേഹം പറയുന്ന അനുസരിച്ച് he suggested the concept of Lokpal or Ombudsman to address citizen grievances. പൗരന്മാരുടെ പരാതികൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓംബുഡ്സ്മാൻ എന്ന ഒരു സ്ഥാനം അദ്ദേഹമാണ് ആദ്യമായി അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. അഗൈൻസ്റ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെതിരായിട്ട്. കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നിടത്ത് പലയിടങ്ങളിലും സാധാരണ പൗരന് നീതി നിഷേധിക്കപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന പൗരന് നേരിട്ട് പരാതി പറയാനൊരു സർവാധികാരമുള്ള ഒരു ഓംബുഡ്സ്മാൻ പദവി എന്ന വിഭാവനമാണ് ഈ ലോക്പാൽ എന്ന് പറയുന്നത്. ലോക്പാൽ ഈസ് ആൻ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് പബ്ലിക് ഒഫീഷ്യൽസ്. അതായത് സർക്കാർ തലത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വരുന്ന പരാതികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതിന് അധികാരപ്പെട്ട ഒരു സ്ഥാപനമോ ഇൻസ്റ്റിറ്റ്യൂഷനോ പദവിയോ ആണ് ഓംബുഡ്സ്മാൻ പദവി. ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവർണൻസ്. അപ്പോൾ ഭരണ സംവിധാനത്തിൽ സുതാര്യതയും ചുമതലാബോധവും കണക്ക് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഒക്കെ താനേ വന്നുകൊള്ളും എന്നതാണ് അതിന്റെ ലക്ഷ്യം. 12ാമത്തെ ചോദ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻ. ലെഫ്റ്റ് വിങ് ടെററിസം, നക്സലിസത്തെയും മാവോയിസത്തെയും ഒക്കെയാണ് ഉദ്ദേശിക്കുന്ന ഇടതുപക്ഷ ഭീകരവാദം എന്നതുകൊണ്ട് ലെഫ്റ്റ് വിങ് ടെററിസം, ഓൾസോ നോൺ ആസ് നക്സലിസം, റെഫേഴ്സ് ടു ദ മിലിറ്റന്റ് ഐഡിയോളജി ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചില പ്രത്യേക ഗ്രൂപ്പുകൾ കാഴ്ചവെക്കുന്ന മിലിറ്റന്റ് ഐഡിയോളജിയും ആക്ടിവിസവുമാണ് നക്സലിസം അല്ലെങ്കിൽ മാവോയിസം, ലെഫ്റ്റ് വിങ് ടെററിസം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. ദീസ് ഗ്രൂപ്പ്സ് ഓഫൺ റിസോർട്ട് ടു വയലൻസ് ആൻഡ് എയിം ടു ഓവർത്രോ ദ ഗവൺമെന്റ് ത്രൂ ആംഡ് സ്ട്രഗിൾ. പലപ്പോഴും ഈ ഗ്രൂപ്പുകൾ അക്രമത്തെ ആശ്രയിക്കുകയും ഗവൺമെന്റ് അധികാരത്തെ സായുധ പോരാട്ടത്തിലൂടെ കടപുഴക്കി എറിയുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. സോ അതിനെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കാറുണ്ട് അവർ. നക്സലിസം, ഓൾസോ നോൺ ആസ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, ഇസ് എ സിഗ്നിഫിക്കന്റ് ഇന്റേർണൽ സെക്യൂരിറ്റി ചാലഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്തുള്ള ഒരു ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതേക്കുറിച്ച് പറയാം. ഇടതുപക്ഷ തീവ്രവാദ നിലപാട്. It refers to the ideology and activities of certain groups that aims to overthrow the government through armed struggle. സായുധ സമരത്തിലൂടെ ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യുവാൻ, ഗവൺമെന്റിനെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് ഇതുണ്ടായി, നക്സലിസം പോലുള്ള കാരണങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങൾ പറയാനുണ്ട്. സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റി, സാമൂഹ്യ സാമ്പത്തിക അസമത്വം നാട്ടിൽ നിലവിലുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വ്യത്യാസം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. പോവർട്ടി ആൻഡ് ലാക്ക് ഓഫ് ഡെവലപ്മെന്റ്, ദാരിദ്ര്യം, വികസനമില്ലായ്മ പല പ്രദേശങ്ങളിലുമുണ്ട്. എന്നാൽ വേറെ ചിലയിടങ്ങളിൽ സുഖലോലുപതയും സമ്പന്നതയും അതിസമ്പന്നതയും നിലനിൽക്കുന്നു. ഈ അസമത്വം
ഇത് നക്സലിസം പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പിറവിക്ക് കാരണമാകാറുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാർജിനലൈസേഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. പലയിടങ്ങളിലും ഗോത്രവർഗ കമ്മ്യൂണിറ്റികൾക്ക് ചൂഷണത്തിന് വിധേയരാകാറുണ്ട്. അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താറുണ്ട്. ഇത്തരം പ്രവണതകളും നക്സലിസം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വളമാകാറുണ്ട്. ഇനി ലാൻഡ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. പലപ്പോഴും പല വികസന പ്രവർത്തനങ്ങളുടെ പേരും കുടിയൊഴിപ്പിക്കപ്പെടുക. ജനങ്ങൾ നിസ്സഹായരായി കുടിയൊഴിപ്പിക്കപ്പെട്ട് അവകാശങ്ങളില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വരുന്നവരെ രക്ഷിക്കുവാൻ എന്ന രീതിയിൽ നക്സലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഭൂമി തർക്കങ്ങളും മറ്റുമൊക്കെ നക്സലിസ്റ്റുകൾക്ക് കടന്നു ചെല്ലുവാൻ പറ്റിയ ഇടങ്ങളായി മാറുന്നു. ഇനി സെക്ഷൻ ബി ആണ് നമ്മൾ നോക്കുന്നത്. 13th ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശ്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം നമുക്ക്. ഒന്ന്, പ്രൊമോട്ടിംഗ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നാഷൻ. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുക എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ്യമാണ്. അതായത് യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുക ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ഉദ്ദേശ്യം. അതിന് പ്രോത്സാഹനം നൽകുക, അതിനു വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യുക. 2, സെക്യൂറിംഗ് ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി ഫോർ ഓൾ സിറ്റിസൺസ്. എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവ ഉറപ്പുവരുത്തുക. എല്ലാ പൗരന്മാർക്കും, ഫോർ ഓൾ സിറ്റിസൺസ്. എന്തൊക്കെയാണ് സെക്യൂർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത്? ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി. മൂന്നാമത്തെ പോയിന്റ്, ഇത് ഭരണഘടനയുടെ ഉദ്ദേശ്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, പ്രൊട്ടക്ടിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുക. പ്രൊട്ടക്ടിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. അതാണ് 1, യൂണിറ്റി ഇന്റഗ്രിറ്റിയും. 2, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി. 3, ഫണ്ടമെന്റൽ റൈറ്റ്സും ഫ്രീഡംസും. 4, എൻകറേജിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. സാമൂഹ്യ സാമ്പത്തിക പുരോഗതി പ്രോത്സാഹിപ്പിക്കുക. എൻകറേജിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഈ 4 പോയിന്റാണ് മേജർ ആയിട്ടുള്ള പോയിന്റുകൾ. പക്ഷെ അത് വലിയ മാർക്ക്, 5 മാർക്ക് ആകുമ്പോൾ ഡെവലപ്പ് ചെയ്ത് എഴുതണം. 14ാമത്തെ ചോദ്യം നോക്കുക. എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A പ്രകാരം ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. മൗലിക അവകാശങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് മൗലിക കടമകളെ കുറിച്ചുകൂടെ പഠിക്കാനുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് 6 മൗലിക അവകാശങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 51A പറയുന്നത് മൗലിക കടമകളെ കുറിച്ചാണ്. Fundamental duties of an Indian citizen as outlined in the Article 51A include renouncing practices derogatory to women. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളെ തടയുക, ചെറുക്കുക എന്നത് ഏതൊരു പൗരന്റെയും കടമയാണ്. പ്രൊമോട്ടിംഗ് ഹാർമോണി ആൻഡ് ബ്രദർഹുഡ്. അത് സമത്വവും സമന്വയവും പ്രോത്സാഹിപ്പിക്കുക, സൗഹാർദ്ദവും പ്രോത്സാഹിപ്പിക്കുക മൗലിക കടമയാണ് ഓരോ പൗരന്റെയും. പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി സമ്പത്ത്, പ്രകൃതി വിഭവങ്ങളെ അവയെ നശിപ്പിക്കാതെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരന്റെ കടമയാണ്. ഡെവലപ്പിംഗ് സയന്റിഫിക് ടെമ്പർ ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി. ശാസ്ത്രീയമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുക, അതുപോലെ തന്നെ ഒരു സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ഉണ്ടാക്കിയെടുക്കുക. സ്ട്രൈവിംഗ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ്. എല്ലാ മണ്ഡലങ്ങളിലും മികവ് പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ പൗരനും പരിശ്രമിക്കുക. അങ്ങനെ രാജ്യത്തിന്റെ മഹിമ ഉയർത്തി കാണിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാവുക എന്നത് മൗലികാവകാശം പോലെ തന്നെ മൗലിക കടമയായിട്ട് ആർട്ടിക്കിൾ 51A പറയുന്നു. അടുത്തത് ഡിവിഷൻ ഓഫ് പവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിവിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഒക്കെ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ദെൻ ജുഡീഷ്യറി. ഈ 3 സംവിധാനങ്ങൾ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇപ്പൊ 3ഉം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇപ്പൊ തമ്മിൽ ഒരു എന്താ പറയാ, അധികാരം വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അധികാരം തുലനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അധികാര തുലനത്തെയാണ് ഡിവിഷൻ ഓഫ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് സെപ്പറേഷൻ എൻഷുവേഴ്സ് ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം. ഈ സംവിധാനം ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തെ ഉറപ്പുവരുത്തുന്നു. അതായത് ജുഡീഷ്യറി അമിതമാകാതെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അമിതമാകുമ്പോൾ ജുഡീഷ്യറി ഇടപെടുന്നു. അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ വരുന്ന പോരായ്മകൾ എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും തിരുത്താനും കഴിയുന്നു. ഇതൊക്കെ ഒന്നിനൊന്ന് പരസ്പര ബന്ധിതവുമാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഡിവിഷൻ ഓഫ് പവർ എന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. ഗിവ് റീസൺ ഫോർ KC വെയർ calling India as federalism. KC വെയർ ഇന്ത്യയെ ഒരു ഫെഡറലിസം എന്ന് വിളിക്കുന്നതിന്റെ കാരണം പറയാം. ആരാണ് KC വെയർ? സർ കെന്നത്ത് ക്ലിന്റൺ വെയർ ആണ്. 1907 ജനിച്ചു, 1979 മരിച്ചു. അദ്ദേഹം
ലിവർപൂൾ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് ഇരുന്നാണ് അദ്ദേഹത്തിന്റെ അവസാന നാൾ 72 മുതൽ 79. സർ കെന്നത്ത് ക്ലിന്റൺ വാസ് എ റിനൗണ്ട് ഓസ്ട്രേലിയൻ അക്കാഡമിക് ആൻഡ് എക്സ്പെർട്ട് ഇൻ പൊളിറ്റിക്കൽ സയൻസ്. ഒരു പ്രശസ്ത ഓസ്ട്രേലിയൻ അക്കാദമീഷ്യനും അതുപോലെ രാഷ്ട്രീയ വിദഗ്ധനും ഒക്കെയാണ്. particularly in government constitutions, പ്രത്യേകിച്ചും ഭരണഘടനാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്. ആൻഡ് ദ ബ്രിട്ടീഷ് കോമൺവെൽത്ത്, പിന്നെ ബ്രിട്ടീഷ് കോമൺവെൽത്തുമായും പ്രശസ്തനാണ്. ഹിയർ ആർ സം കീ പോയിന്റ്സ് അബൌട്ട് ഹിം. അദ്ദേഹത്തെ കുറിച്ചുള്ള ചില പ്രസക്തമായ പോയിന്റ്സ് നമുക്ക് നോക്കാം. ബർത്ത് ഡെത്ത്, അദ്ദേഹം ജനിച്ചത് 1907 മാർച്ച് 26. അദ്ദേഹത്തിന്റെ മരണം 1979 സെപ്റ്റംബർ 7. കോൺട്രിബ്യൂഷൻ ടു ഫെഡറലിസം, ഫെഡറലിസത്തിന് അദ്ദേഹത്തിന്റെ സംഭാവനയുണ്ട്. ഇന്ത്യൻ ഫെഡറലിസം പ്രത്യേകിച്ചും അദ്ദേഹം വിവക്ഷിക്കുന്ന രീതിയിൽ ഒരു ഫെഡറലിസം തന്നെയാണ്. He defined federalism as the method of dividing power so that general and regional governments are each within a sphere of coordinate and independent. ഒരു വശത്തു കൂടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും കോർഡിനേറ്റ് ചെയ്യുകയും എന്നാൽ അവരൊക്കെ സ്വാതന്ത്ര്യ സ്ഥാനം അനുഭവിക്കുകയും ചെയ്യും. ഡിസ്ക്രൈബ്ഡ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ ക്വാസി ഫെഡറൽ, ഇന്ത്യൻ ഭരണഘടനയെ അർദ്ധ ഫെഡറൽ എന്ന് അദ്ദേഹം വിളിക്കുന്നു. ഹൈലൈറ്റിംഗ് ഇസ് എ ബ്ലെൻഡ് ഓഫ് ഫെഡറൽ നേച്ചർ ആൻഡ് യൂണിറ്ററി നേച്ചർ. അതിന്റെ ഫെഡറൽ നേച്ചറും യൂണിറ്ററി നേച്ചറും വളരെ മനോഹരമായി ബ്ലെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യൻ ഫെഡറലിസം. സോ Casey were called India as a quasi-federal state because while it has many features of federalism, ഫെഡറലിസത്തിന് ഒത്തിരി സവിശേഷതകൾ ഇന്ത്യയിലുണ്ടെങ്കിലും such as a division of power between central and the states, it also has a strong central government. അതാണ് വളരെ മനോഹരമായ ഒരു ഫെഡറൽ സംവിധാനമാണ് അദ്ദേഹം ഇന്ത്യയിൽ കാണുന്നത് എന്ന് പറയാം. 17ാമത്തെ ചോദ്യം നോക്കുക. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രാധാന്യം. ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാമപഞ്ചായത്ത്, നഗരപഞ്ചായത്താണ് ചില ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിൽ ഇതിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ആർ ക്രൂഷ്യൽ ഫോർ ഡീസെൻട്രലൈസിംഗ് പവർ ആൻഡ് പ്രൊമോട്ടിംഗ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അധികാരം വികേന്ദ്രീകരിക്കുന്നതിൽ വളരെ നിർണായക പങ്കുവഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. പ്രാദേശിക സ്വയംഭരണത്തിന് നിർണായക പങ്കുവഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. അഡ്രസ്സിംഗ് ലോക്കൽ ഇഷ്യൂസ് ആൻഡ് നീഡ്സ്, പ്രാദേശികമായ പ്രശ്നങ്ങളും ആവശ്യങ്ങളും അഡ്രസ് ചെയ്യുന്നു ആ സ്ഥാപനങ്ങൾ. എൻകറേജിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നു. പ്രൊവൈഡിങ് ബേസിക് സർവീസസ് സച്ച് ആസ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ആരോഗ്യ പരിപാലനം, അതുപോലെ തന്നെ റോഡുകൾ, അനുബന്ധ സൗകര്യങ്ങൾ, ആശുപത്രികൾ എന്നിങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, വിദ്യാഭ്യാസം, സ്കൂള്, അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു ശ്രദ്ധിക്കാനായിട്ട് ഈ ലോക്കൽ ഇഷ്യൂസും ലോക്കൽ നീഡ്സും അഡ്രസ് ചെയ്യുകയാണ് എപ്പോഴും ഗ്രാമപഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട ജോലി. 18ാമത്തെ ചോദ്യം, ജുഡീഷ്യറി എന്താണ്? ജുഡീഷ്യറി ഈസ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ആ ജുഡീഷ്യറി ഭരണഘടനയുടെ കാവലാളാണ് എന്ന് പറയുന്നത് എന്താണ്? വിശദമാക്കുക. ജുഡീഷ്യറി ആസ് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ കോടതിയെ, നീതിന്യായ സംവിധാനത്തെ ഭരണഘടനയുടെ സൂക്ഷിപ്പുകാരനായി നോക്കുന്നു. ദ ജുഡീഷ്യറി ആക്ട്സ് ആസ് എ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ഇന്റർപ്രറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എൻഷറിംഗ് ഇറ്റ്സ് പ്രൊവിഷൻസ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ വ്യാഖ്യാനിക്കുന്നു, അതിന്റെ പ്രൊവിഷൻസിനെ ഉറപ്പുവരുത്തുന്നു. പ്രൊട്ടക്ടിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്, മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുന്നു. പ്രൊവൈഡിങ് എ ചെക്ക് ഓൺ ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചസ്, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനും ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചിനും പരസ്പരം ഒരു പരിശോധനാ സംവിധാനമായിട്ട് അത് നിലനിൽക്കുന്നു. എൻഷറിംഗ് ദ റൂൾ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, അതായത് റൂൾ ഓഫ് ലോയും ജസ്റ്റിസും ഒക്കെ ഉറപ്പുവരുത്തുന്നു. 19ാമത്തെ ചോദ്യം നോക്കുക. റൈറ്റ് എ ഷോർട്ട് ഇവാലുവേഷൻ ഓഫ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി റിപ്പോർട്ട്. ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ബൽവന്ത് റായ് കമ്മിറ്റി റിപ്പോർട്ട് 1957 recommended the establishment of a three-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തെ റെക്കമെൻഡ് ചെയ്തു ബൽവന്ത് റായ് കമ്മിറ്റി റിപ്പോർട്ട്. 1957 ഈ സംഭവം. ഡിസെൻട്രലൈസ്ഡ് പവർ, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എയിം എന്തായിരുന്നു? ഡിസെൻട്രലൈസ് പവർ ആൻഡ് പ്രൊമോട്ട് ലോക്കൽ സെൽഫ് ഗവർണൻസ്, അധികാരം വികേന്ദ്രീകരിക്കുക, പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇതായിരുന്നു ഈ ബൽവന്ത് റായ് കമ്മിറ്റി റിപ്പോർട്ട് 1957 ഇറങ്ങിയ ഈ സംവിധാനത്തിൽ. പക്ഷെ അത് വളരെയേറെ വൈകിയാണ് ഇന്ത്യയിൽ നടപ്പിലായത്. എൻകറേജ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അതത് സമൂഹങ്ങളുടെയും കൂടി പങ്കാളിത്തം വികസനത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഒരു നയമായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ബേസിക് സർവീസസ് സച്ച് ആസ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൊക്കെ ഒരു ബേസിക് സർവീസ് നൽകാനായിട്ട് ഇവയ്ക്ക് കഴിയുക എന്നതൊക്കെയായിരുന്നു. അടുത്തത്, വാട്ട് ഈസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, എന്താണ് കൂട്ടായ ഉത്തരവാദിത്തം?
Collective responsibility refers to the principle that the Council of Ministers is collectively responsible